ഹരി ഓം. ഓം നമോ നാരായണായ. സംസ്കാരം സംഘടന സേവ ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതി NYC മലയാളം ഓൺലൈൻ പതിവായി ചൊവ്വാഴ്ച തോറും നടത്തിവരുന്ന നാരായണീയ പഠനം ഇന്ന് 105-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് 95-ാം ദശകമായ ധ്യാനയോഗമാണ് പഠനത്തിനുള്ളത്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ലാലിയാക്കിയാണ്. ചാൻഡിങ് ഗൈഡൻസ് നടത്തുന്നത് 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ സുനിതാക്കിയും 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ രാജമ്മ ആക്കിയുമാണ്. റിപ്പീറ്റേഷൻ ചെയ്യുന്നത് 1 മുതൽ 3 വരെ മിനി ആക്കിയും 4 മുതൽ 5 വരെ ഓമന സിക്കിയാക്കിയും 6 മുതൽ 8 വരെ രുക്മിണി അക്കയും 9 മുതൽ 10 വരെ റാണി അക്കയുമാണ്. ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് സിന്ധു അനന്തക്കയാണ്. ബാക്കപ്പിനായി രമാക്കയും. ഹരി ഓം. എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്നിവിടെ ശ്രോതാക്കളായി എത്തിച്ചേർന്ന എല്ലാ യോഗബന്ധുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകത്തിനായി ലാലിയക്കയെ ക്ഷണിച്ചോളും. ഹരി ഓം അക്ക. ധ്യാന ശ്ലോകം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാമേകദന്ത ഉപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖ പരിതപ്തജനായ യോഗാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്यै നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരി ഓം അക്ക. അടുത്തതായി ചാൻഡിങ് ഗൈഡൻസിനായി സുനിത അക്കയെയും റിപ്പീറ്റേഷനായി മിനി ആർ അക്കയെയും ഓമന സിക്കി അക്കയെയും സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. 95-ാം ദശകം ധ്യാനയോഗം. ശ്രദ്ധര വൃത്തം. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ആദ്യം പദച്ഛേദം. ആദൗ ഹൈരണ്യഗർഭീം തനും അവികല ജീവാത്മികാം ആസ്ഥിതഃ ത്വം ജീവത്വം പ്രാപ്യ മായാ ഗുണഗണ ഖചിതഃ വർത്തസേ വിശ്വയോനി. തത്ര ഉദ്ധൃത്വേന സത്വേന
tu guna yugalam bhakti bhavam gedena chitva sattvam cha hitva punaha anupahitaha vartitahe tvam eva. ശ്ലോകം നോക്കാം. ആദൗ ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്ഥിതസ്ത്വം ജീവത്വം പ്രാപ്യ മായാ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനി. ആദൗ ഹൈരണ്യഗർഭീം തനുമികല ജീവാത്മികാമാസ്ഥിതസ്ത്വം ജീവത്വം പ്രാപ്യ മായാ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനേ. തത്രോദ്ധൃത്വേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേ ത്വമേവ. തത്രോദ്ധൃത്വേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേ ത്വമേവ. ചേർത്ത് വായിക്കാം. ആദൗ ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്ഥിതസ്ത്വം ജീവത്വം പ്രാപ്യ മായാ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനി. തത്രോദ്ധൃത്വേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേ ത്വമേവ. ആദൗ ഹൈരണ്യഗർഭീം തനുമവികല ജീവാത്മികാമാസ്ഥിതസ്ത്വം ജീവത്വം പ്രാപ്യ മായാ ഗുണഗണഖചിതോ വർത്തസേ വിശ്വയോനേ. തത്രോദ്ധൃത്വേന സത്വേന തു ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ച ഹിത്വാ പുനരനുപഹിതോ വർത്തിതാഹേ ത്വമേവ. രണ്ടാമത്തെ ശ്ലോകം പദച്ഛേദം. സത്വ ഉന്മേഷാദ് സത്വാന്വേഷാദ് കദാചിത് ഖലു വിഷയ രസേ ദോഷ ബോധേ അപി ഭൂമൻ ഭൂയഃ അപി യേഷു ഭൂയോപ്യേഷു പ്രവൃത്തിഃ സതമസി രജസി പ്രോക്തദേ ദുർനിവാര. ചിത്തം താവത് ഗുണാഃ ച ഗ്രഥിതം ഇഹ മിഥ ഗ്രഥിതമിഹ മിഥ സ്ഥാനി സർവാണി രോദ്ധും തുര്യേ ത്വയി ഏക ഭക്തിഃ ശരണം ഇതി. ത്വയി ഏക ഭക്തി ശരണമിതി. ഭവാൻ ഹംസ രൂപീ ന്യഗാദീത്. സത്വാന്വേഷാത് കഥാചിത് ഖലു വിഷയരസേ ദോഷബോധേപി ഭൂമൻ ഭൂയോപേഷു പ്രവൃത്തി സതമസി രജസി പ്രോതദേ ദുർനിവാര. സത്വോന്മേഷാത് കദാചിത് ഖലു വിഷയരസേ ദോഷബോധേപി ഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സതമസി രജസി പ്രോധതേ ദുർനിവാര. ചിത്തം താവത് ഗുണാശ്ച ഗ്രഥിതമിഹ മിതസ്ഥാനി സർവാണി രോദ്ധും തുര്യേ ത്വയേക ഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീ ന്യഗാദീത്. ചിത്തം താവത് ഗുണാശ്ച ഗ്രഥിതമിഹ മിതസ്ഥാനി സർവാണി രോദ്ധും തുര്യേ ത്വയേക ഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീ ന്യഗാദീത്.
सत्त्वेन्मेषात् कदाचित् खलु विषयरसे दोषबोधे विभूमन् भूयोऽप्येषु प्रवृत्तिः सतमसि रजसि प्रोथदे दुर्निवारा चित्तं तावत् गुणाश्च ग्रथितमिह मिथस्तानि सर्वाणि रोद्धुं तुर्ये त्वय्येकभक्तिश्चरणमिति भवान् हंसरूपी न्यगादीत् तत्त्वोन्मेषात् कदाचित् खलु विषयरसे दोषबोधेऽभ्यभूमन् भूयोऽप्येषु प्रवृत्ति सदमसि रजसि प्रोददे दुर्निवारा चित्तं तावद्गुणाश्च ग्रथितमिह मिदस्थानि सर्वाणि रोद्धुं तुर्ये त्वय्येकभक्तिं शरणमिति भवान् हंसरूपी न्यगादीत् മൂന്നാമത്തെ ശ്ലോകം പദച്ഛേദം സംധി ശ്രേയാംസി ഭൂയാംസി അപി രുചി ഭിദയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്ര ആനന്ദാഹ ക്ഷുദ്രാനന്ദാശ്ച ക്ഷുദ്ര ആനന്ദാഹ ച ക്ഷുദ്രാനന്ദാശ്ച സാന്താഹ ബഹുവിധ ഗതയ കൃഷ്ണ തേഭ്യ ഭവേയു ത്വം ച ആചഖ്യാത സഖ്യേ നനു മഹിതമാം ശ്രേയസാം ഭക്തിം ഏകാം ത്വത് ഭക്തി ആനന്ദ തുല്യ ത്വത് ഭക്ത്യാനന്ദ തുല്യ ഖലു വിഷയ ജുഷാം സമ്മത കേന വാ സ്യാത് സന്ധി ശ്രേയാംസി ഭൂയാംസ്യഭിരുചിഭിദയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധ ഗതയ കൃഷ്ണ തേഭ്യോ ഭവേയു സന്ധി ശ്രേയാംസി ഭൂയാംസ്യഭിരുചിഭിതയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയാ കൃഷ്ണതേഭ്യോ ഭവേയു ത്വം ചാപഖ്യാത സഖ്യേ നനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വദ്ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത കേന വാ സ്യാത് ത്വം ചാചഖ്യാത സഖ്യേ നനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വദ്ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത കേന വാ സ്യാത് സന്ധി ശ്രേയാംസി ഭൂയാംസ്യപി രുചിഭിദയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയ കൃഷ്ണതേഭ്യോ ഭവേയു ത്വം ചാചഖ്യാത സഖ്യേന മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വദ്ഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത കേന വാ സ്യാത് സന്ധി ശ്രേയാംസി ഭൂയാംസ്യഭിരുചിഭിദയാ കർമ്മിണാം നിർമ്മിതാനി ക്ഷുദ്രാനന്ദാശ്ച സാന്താ ബഹുവിധഗതയാ കൃഷ്ണതേഭ്യോ ഭവേയു ത്വം ചാചഖ്യാത സഖ്യേ നനു മഹിതതമാം ശ്രേയസാം ഭക്തിമേകാം ത്വൻഭക്ത്യാനന്ദതുല്യ ഖലു വിഷയജുഷാം സമ്മത കേന വാ സ്യാത് ശ്ലോകം 4 പദച്ഛേദം നോക്കാം ത്വദ് ഭക്ത്യാ തുഷ്ട ബുദ്ധേഃ സുഖം ഇഹ ചരതഃ വിച്യുത ആശസ്യ ച ആശാഃ സർവാ സ്യുഃ സൗഖ്യമയ്യഃ സലില കുഹരഗസ്യ ഇവ തോയ ഏകമയ്യഃ സഹ അയം ഖലു ഇന്ദ്രലോകം കമലജ ഭവനം യോഗ സിദ്ധി ച ഹൃദ്യാഃ ന ആകാംക്ഷതി ഏതത് ആസ്താം സ്വയം അനുപതിതേ മോക്ഷ സൗഖ്യേ അപി അനീഹഃ
श्लोकम् त्वद्भक्त्या बुद्धे सुखमिह चरतो विच्युदाशस्य चाशा सर्वा सौख्यमय्य सलिलकुहरगस्येव तोयैकमय्य त्वत्भक्त्या तुष्टबुद्धे सुखमिह जरदो विच्युदाशस्य चाशाः सर्वास्यु सौख्यमय्य सलिलकुहरः सेव्यतोयैकमय्यः सोऽयं खल्विन्द्रलोकं कमलजभवनं योगसिद्धिश्च हृद्याः न आकाङ्क्षते तदास्तां स्वयमनुपतिते मोक्षसौख्येऽप्यनीह सोऽयं खल्विन्द्रलोकं कमलजभवनं योगसिद्धिञ्च हृद्या नाकाङ्क्षते तदास्तां स्वयमनुपतिते मोक्षसौख्येऽप्यनीह त्वद्भक्त्या तुष्टबुद्धे सुखमिह चरतो विच्युदाशस्य चाशा सर्वास्यु सौख्यमय्य सलिलकुहरगस्येव तोयैकमय्य सोऽयं खल्विन्द्रलोकं कमलजभवनं योगसिद्धि च हृद्या नाकाङ्क्षत्येतस्तास्तां स्वयमनुपतिते मोक्षसौख्येऽप्यनीह त्वद्भक्त्या तुष्टबुद्धे सुखमिह जरदो विच्युदाशस्य चाशा सर्वास्यु सौख्यमय्य सलिलकुहरः सेव्यतोयैकमय्य सोऽयं खल्विन्द्रलोकं कमलजभवनं योगसिद्धिञ्च हृद्या नाकाङ्क्षेते तदा त्वां स्वयमनुपतिते मोक्षसौख्येऽप्यनीह अञ्जामते श्लोकं पदच्छेदम् त्वद् भक्तः बाध्यमानः अपि च विषय रसैः इन्द्रिय अशान्ति हेतोः भक्त्या एव आक्रम्यमाणैः पुनः अपि खलु तैः दुर्बलैः न अभिजय्यः सप्तार्चिर् दीप्तार्चिर् दहति किल यथा भूरि दारु प्रपञ्चम् त्वद्भक्ति ओखे तथा एव प्रदहति दुरितं दुर्मद क्व इन्द्रियाणाम् त्वद्भक्तो बाध्यमानोऽपि च विषयरसैरिन्द्रियाशान्तिहेतोर्भक्तैर्वाक्रम्यमाणे पुनरपि खलु तैर्दुर्बलैर्नाभिजय्य त्वद्भक्तो बाध्यमानोऽपि च विषयरसैरिन्द्रियाशान्तिहेतोर्भक्तैवाक्रम्यमाणैः पुनरपि खलु तैः दुर्बलैर्नाभिजय्यः सप्तार्चिर्दीपितार्चिर्दहति किल यथा भूरिदारु प्रपञ्चम् त्वद्भक्त्योखे तथैव प्रदहति दुरितं दुर्मद क्वेन्द्रियाणाम् सप्तार्चिर्दीपितार्चिर्दहति किल यथा भूरिदारुप्रपञ्चम् त्वद्भक्तौखे तथैव प्रदहति दुरितं दुर्मदक्वेन्द्रियाणाम् त्वद्भक्तो बाध्यमानोऽपि च विषयरसैरिन्द्रियशान्तिहेतोर्भक्तैर्वाक्रम्यमाणैः पुनरपि खलु तैर्दुर्बलैर्नाभिजय्य सप्तार्चिर्दीप्तिदार्चिर्दहति किल यथा भूरिदारु प्रपञ्चम् त्वद्भक्त्योखे तथैव प्रदहति दुरितं दुर्मदक्वेन्द्रियाणाम् त्वद्भक्तो बाध्यमानोऽपि च विषयरसैरिन्द्रियाशान्तिहेतोर्भक्तैवाक्रम्यमाणैः पुनरपि खलु तैः दुर्बलैर्नाभिजय्याः
സപ്താർച്ചിർദീപിതാർച്ചിർദഹതി കില യഥാ പൂരിദാരുപ്രപഞ്ചം ത്വത്ഭക്തൗകേ തദൈവ പ്രദഹതി ദുരിതം ദുർമദക്വേന്ദ്രിയാണാം. അടുത്തതായി 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളുടെ ഗൈഡൻസിനായി രാജമാക്കിയെയും ഇതിന്റെ റിപ്പീറ്റേഷനായി രുക്മിണി അക്കയെയും റാണി അക്കയെയും ക്ഷണിച്ചോളും. ഹരി ഓം. ഹരി ഓം. ചിത്താർദ്രീഭാവം ഉച്ചൈഃ വപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ ത്വദ്ഗാഥ ആസ്വാദ സിദ്ധാഞ്ജന സതതം മരീമൃജ്യമാനഃ അയം ആത്മാ ചക്ഷുർവദ് തത്വസൂക്ഷ്മം ഭജതി നാതു തഥാ അപ്യസ്തതയാ തർക്കകോട്യാ. ചിത്താർത്തിഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ. ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ. ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരി ർജ്യമാനോ അയം ആത്മാ ചക്ഷുർവദ് തത്വസൂക്ഷ്മം ഭജതി നതു തഥാ അപ്യസ്തതയാ തർക്കകോട്യാ. ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന കഥതമരീമൃജ്യമാനോऽയമാത്മാ ചക്ഷുർവദ് തത്വസൂക്ഷ്മം ഭജതി നതു തഥാപ്യസ്തയാ തർക്കകോട്യാ. ഒന്നിച്ചില്ല. ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ. ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരി ർജ്യമാനോ അയം ആത്മാ ചക്ഷുർവദ് തത്വസൂക്ഷ്മം ഭജതി നാതു തഥാ അപ്യസ്തതയാ തർക്കകോട്യാ. ചിത്താർദ്രീഭാവമുച്ചൈർവപുഷി ച പുളകം ഹർഷബാഷ്പം ച ഹിത്വാ ചിത്തം ശുദ്ധേത് കഥം വാ കിമു ബഹുതപസാ വിദ്യയാ വീതഭക്തേഃ. ത്വദ്ഗാഥാസ്വാദസിദ്ധാഞ്ജന സതതമരി മൃജ്യമാനോऽയമാത്മാ ചക്ഷുർവത്തത്വസൂക്ഷ്മം ഭജതി നതു തഥാഭ്യസ്തയാ തർക്കകോട്യാ. അടുത്തത് ശ്ലോകം 7. ധ്യാനം തേ ശീലയേയം സമ തനു സുഖ ബദ്ധാസനഃ നാസികാഗ്ര നസ്ത അക്ഷഃ പൂരക ആദിഃ ജിത പവനപദഃ ചിത്ത പത്മം ത്വ അവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവി വിദുഷിഹിനഃ സംവിചിന്യ ഉപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജല ജലധര ശ്യാമളം കോമളാംഗം. ഒന്ന് ചോദിക്കാം. ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രാനസ്താക്ഷപൂരകാദ്യൈർജിത പവനപദ ചിത്തപത്മം തവാഞ്ചം. ധ്യാനം തേ ശീലയേയം സമതനു സുഖവദ്ദാസനോ നാസികാഗ്രന്യസ്താക്ഷ പൂരകാദീർജിത പവനപദ
ചിത്തപത്മം തവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുഷിഖിനഃ സംവിചിന്യോ ഉപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജല ജലധര ശ്യാമളം കോമളാംഗം. ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുഷിഖിന സംവിചന്തോ പരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധര ശ്യാമളം കോമളാംഗം. ഒന്നിച്ചെല്ലാം കൊണ്ട് ധ്യാനം തേ ശീലയേയം സമതനു സുഖബദ്ധാസനോ നാസികാഗ്രനസ്താക്ഷപൂരകാദ്യേ ജിതപവന പദചിത്തപത്മം തവാഞ്ചം ഊർധ്വാഗ്രം ഭാവയിത്വാ രവിവിദുഷിഖിനഃ സംവിചിന്യ ഉപരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വാം സജലജലധര ശ്യാമളം കോമളാംഗം. ധ്യാനം തേ ശീലയേയം സമതനു സുഖവദ്ദാസനോ നാസികാഗ്രജ്ഞാസ്താക്ഷ പൂരകാദേ ചിദപവനകതശ്ചിതപത്മം താവാഞ്ചം തവാഞ്ചം ഊർധ്വാഗ്രം ഭവയിത്വ രവിവിദുഷിഖിന സംവിചിന്തോ പരിഷ്ടാത് തത്രസ്ഥം ഭാവയേ ത്വം സജലജലധര ശ്യാമളം കോമളാംഗം. അടുത്ത ശ്ലോകം 8. ആനീല ശ്ലക്ഷ്ണകേശം ജ്വലിത മകരസത്കുണ്ഡലം മന്ദഹാസ സന്ധ്യാർദ്രം കൗസ്തുഭശ്രീ പരിഗത വനമാല ഉരു. അതൊരു വാക്കാണ്. ഉരു വേറെയുള്ള ഉരു എന്ന് പറഞ്ഞാൽ മുത്തുമാല എന്നാണ്. ഉരുഹാര അഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദു ലസത ഉദരം കാഞ്ചന ഛായ ചേലം ചാരു സ്നിഗ്ധ ഊരു. ഊരുക്കള് അമ്പോരുഹ ലളിതപദം ഭാവേ അഹം ഭവന്തം. ഒന്നിച്ചു വായിക്കാം. ആനീലശ്ലഷ്ണകേശം ജ്വലിത മകരസത്കുണ്ഡലം മന്ദഹാസന്ധ്യാർദ്രം കൗസ്തുഭശ്രീ പരിഗത വനമാല ഉരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനച്ഛായ ചേലം ചാരുസ്നിഗ്ധൗരും അമ്പോരുക ലളിതപദം ഭാവേ അഹം ഭവന്തം. ആനീലകൃഷ്ണകേശം ജ്വലിതമകരസത്കുണ്ഡലം മന്ദഹാസ്യാന്ത്രാർത്ഥം കൗസ്തുഭശ്രീ പരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനച്ഛായ ചേലം ചാരുസ്നിഗ്ധൗരും അമ്പോരുക ലളിതപദം ഭാവേ അഹം ഭവന്തം. ശ്രീവത്സാംഗം സുഭാഗം മൃദുലസദുദരം കാഞ്ചനച്ഛായ ചേലം ചാരുസ്നിഗ്ധോരുമം പോരുഗലളിതപദം ഭാവയേഹം ഭവന്തം. അടുത്തത് 9. സർവാംഗേഷു അംഗ രംഗത് കുതുകം ഇതി മുഹൂർ ധാരയൻ ഈശാ ചിത്തം തത്ര അഭി ഏകത്ര യുഞ്ചേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്ര ലീനം തു ചേതഃ പരമ സുഖചിത് അദ്വൈത രൂപേ വിദന്വൻ അന്യത് നോ ചിന്തയേയം മുഹുരിതി സമ ഉപാരൂഢ യോഗോഹോ ഭവേയം. സർവാംഗേഷംഗരംഗത് കുതുകമിതി മുഹൂർധാരയൻ ഈശാചിത്തം തത്രാപ്യേകത്ര യുഞ്ചേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ.
സർവാംഗേഷങ്കരംഗുതുകമിതി മുഹൂർധാരയൻ ഈശാ ചിത്തം തത്രാപ്യേകത്രയുഞ്ചേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ. തത്രാലീനം തോച്ഛേദ പരമസുഖചിത് അദ്വൈതരൂപേ വിതന്വൻ അന്യജ്ഞോ ചിന്തയേയം മുഹൂർഇതി സമുപാരൂഢ യോഗോ ഭവേയം. തത്രാലീനം തു ചേത പരമസുഖ ചിദ അദ്വൈതരൂപേ വിതന്വൻ അന്യന്യോ ചിന്തയേയം മുഹുരിതി സമൂപാരൂഢയോഗോ ഭവേയം. ഒന്നിച്ചെല്ലാം. സർവാംഗേശങ്കരംഗത്കുതുകമിതി മുഹോർധാരയൻ ഈശാ ചിത്തം തത്രാപ്യേകത്രയുഞ്ചേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ. തത്രാലീനം തു ചേത പരമസുഖജിത് അദ്വൈതരൂപേ വിതന്വൻ അന്യജ്ഞോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢ യോഗോ ഭവേയം. സർവാംഗേഷങ്കരംഗത്കുതുകമിതി മുഹൂർധാരയൻ ഈശചിത്തം തത്രാപ്യേകത്രയുഞ്ചേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ. തത്രാലീനം തു ചേത പരമസുഖ ചിദ അദ്വൈതരൂപേ വിതന്യൻ അന്യന്യോ ചിന്തയേയം മുഹുരിതി സമൂപാരൂഢയോഗോ ഭവേയം. അടുത്തത് 10ാമത്തെ ശ്ലോകം. ഇത്തം ത്വധ്യാനയോഗേ ഇത്തം ത്വത് ധ്യാനയോഗഃ സതി പുനർ അണിമാദി അഷ്ട സംസിദ്ധയാ സ്ഥാ ദൂരശ്രുത്യാദയഃ അപി ഹി അഹമഹം ഇകയാ ച സമ്പദേയുഃ മുരാരേ ത്വസംപ്രാപ്തോ വിളംബാവഹ അഖിലയിദം ന ആദ്രിയേ കാമേഹം ത്വാം ഏവാനന്ദപൂർണം പവനപുരപതേ പാഹി മാം സർവതാപാത്. എന്നുവെച്ച് വായിക്കാം. ഇത്തം ത്വധ്യാനയോഗേ സദതി പുനർ അണിമാദ്യ അഷ്ടസംസിദ്ധയസ്താ ദൂരസ്തുധ്യാദയോപി ഹി അഹമഹമികയാ സമ്പദേയോർമുരാരേ. ഇത്തം ത്വധ്യാനയോഗേ സദതി പുനരണിമാം ദൃഷ്ടസംസിദ്ധയസ്താ ദൂരസ്തുത്യാദയോപി യഹമഹമികയാ സമ്പദേയോർമുരാരേ. ത്വത്സംപ്രാപ്തൗ വിളംബാവഹമഖിലയിദം ന ആദ്രിയേ കാമയേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവതാപാത്. ത്വത്സംപ്രാപ്തൗ വിളംബാവഹ അഖിലമിദം നാദ്രിയേ കാമയേഹം ത്വമേവാനന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവതാപാത്. ഇവിടെ അണിമാദ്യ അഷ്ട, അണിമാദി പ്ലസ് അഷ്ട, അണിമാദ്യ അഷ്ട എന്നാണ് വായിക്കേണ്ടത്. ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ചെയ്യാൻ വായിക്കാം. ഇത്തം ത്വധ്യാനയോഗേ സതി പുനരണിമാദ്യാഷ്ട സംസിദ്ധയസ്താ ദൂരസ്തുത്യാദയോ അഭിഹി അഹമഹമ്മികയാ സമ്പദേയോർമുരാരേ. ത്വത്സംപ്രാപ്തോ വിളംബാവഹം അഖിലയിദം ന ആദ്രിയേ കാമേഹം ത്വാമേവാനന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവതാപാത്. ഇത്തം ത്വധ്യാനയോഗേ സദതി പുനരണിമാം ദൃഷ്ടസംസിദ്ധയസ്താ ദൂരസ്തുത്യാദയോപി യഹ മഹമികയാ സമ്പദേയുർമുരാരേ. ത്വത്സംപ്രാപ്തൗ വിളംബാവഹ അഖിലമിദം നാദ്രിയേ കാമയേഹം
ത്വമേവാനന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവതാപാത്. ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അടുത്തതായി ശ്ലോകങ്ങളുടെ വിശദീകരണത്തിനായി സിന്ധു ആനന്ദക്കെ ക്ഷണിച്ചോളും. ഹരിയോമക്ക. നമ്മൾ ധ്യാനയോഗം എന്ന ദശകത്തിൽ ഭഗവാന്റെ ഉദ്ധവ ഉപദേശം തുടരുകയാണ്. ഒന്നാമത്തെ ശ്ലോകം. ഇവിടെ ഭക്തി കൊണ്ട് സത്വ രജ തമോ ഗുണങ്ങളെ നശിപ്പിച്ചാൽ ആ ജീവൻ പിന്നീട് ഭഗവാൻ തന്നെ ആയിത്തീരും എന്ന് പറയുന്നു. ഭഗവാൻ ഉദ്ധവർക്ക് കൊടുത്ത ഉപദേശങ്ങളൊക്കെ മേൽപ്പത്തൂർ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുകയാണ് ഇവിടെ ഓരോ ശ്ലോകത്തിലും. ഭഗവാൻ ഉദ്ധവർക്ക് കൊടുത്ത ഉപദേശങ്ങളൊക്കെ മേൽപ്പത്തൂർ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുകയാണ് ഇവിടെ ഓരോ ശ്ലോകത്തിലും. വിശ്വയോനെ, ഈ വിശ്വത്തിന് കാരണഭൂതനായ ഭഗവാനെ, ത്വം ആദോ, അങ്ങ് ലോക ആരംഭകാലത്ത്, അതായത് ബ്രഹ്മാവിന് 100 വയസ്സ് കഴിഞ്ഞ് ബ്രഹ്മപ്രളയം അല്ലെങ്കിൽ മഹാപ്രളയം കഴിഞ്ഞ് പുതിയൊരു കൽപ്പം ആരംഭിക്കുമ്പോൾ അവികല ജീവാത്മികാം, ഭഗവാന്റെ ഉദരത്തിലാണ് എല്ലാ ജീവജാലങ്ങളും ലയിച്ചു ചേരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ആ ഉദരമാകുന്ന സമുദ്രത്തിൽ അവികലം ഒന്നായിട്ട് ചേർന്ന എല്ലാ ജീവന്റെയും സൂക്ഷ്മരൂപം സൃഷ്ടിക്കാനുള്ള ഇച്ഛയോടുകൂടി കടാക്ഷിക്കുമ്പോൾ മായ ഉണ്ടാവുന്നു. അങ്ങനെ എല്ലാം ഒന്നായി ഒരു മുട്ടയുടെ ആകൃതിയിൽ ബ്രഹ്മാണ്ഡത്തിൽ വിരാട് പുരുഷൻ ഉണ്ടാവുന്നു. ആ പുരുഷൻ അണ്ഡം ഭേദിച്ച് പുറത്തേക്ക് വന്ന് 14 ലോകങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതിൽ ശിരസ്ഥാനമായ സത്യലോകത്തിൽ ഹിരണ്യഗർഭനായിട്ട് സ്ഥിതി ചെയ്യുന്നു. പിന്നീട് ആ സമഷ്ടി രൂപമായ ഹിരണ്യഗർഭൻ പലതായിട്ട് തീരുന്നു. അങ്ങനെ പല ജീവനും ഇവിടെ ഉണ്ടാകുന്നു എന്നതാണ്. അങ്ങനെ ഹൈരണ്യഗർഭീം തനും ആസ്തിതഃ, ബ്രഹ്മാവിന്റെ രൂപത്തിൽ വന്ന ഭഗവാനെ ആണ് ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നത്. ഹിരണ്യഗർഭന്റെ ശരീരത്തിൽ ഇരുന്നിട്ട് ജീവത്വം പ്രാപ്യ മായാ ഗുണഗണ ഖചിതഃ വർത്തസേ, ഓരോ ജീവനായിട്ട് പ്രാപിച്ചു. അങ്ങനെ ആവാൻ 3 ഗുണങ്ങളും ചേരുംപടി ചേർക്കണം. സമാസമം എന്ന് പറയാൻ പറ്റില്ല. ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് സ്വഭാവ വ്യത്യാസം ഉണ്ടാവുന്നത് ഓരോരുത്തർക്കും. അങ്ങനെ മായയുടെ ഗുണങ്ങളായ സത്വ രജ തമോ ഗുണങ്ങളോട് കൂടി ഖചിതഃ, അതായത് ചേർന്നിട്ട് ഓരോ ജീവനായി വർത്തിക്കുന്നു. തത്ര ഉദ്വൃദ്ധേന എന്നാണ്. ഭക്തിഭാവം ഗതേന, ഇനി അതിൽ ഏറ്റവും വർദ്ധിച്ച് ഭക്തിയുടെ അവസ്ഥയെ പ്രാപിച്ച സത്വേന തു ഭക്തിഭാവം, സത്വഗുണം കൊണ്ട് തന്നെ, അതായത് സത്വഗുണം ഏറി നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വര ആരാധന, ഭക്തി, അങ്ങനെ ഓരോ ഘട്ടം കടന്ന് ഉത്തമ ഭക്തൻ ആവുന്നു. അങ്ങനെയുള്ള ഭക്തി ഗുണയുഗളം ചിത്വാ, ഭക്തി വർദ്ധിക്കുമ്പോൾ സത്വഗുണത്തിന് ഒരു വാളിന്റെ മൂർച്ചയാണ് എന്ന് പറയുന്നു. ആ വാള് കൊണ്ട് മറ്റുള്ള 2 ഗുണങ്ങളെ, അതാണ് ഗുണയുഗളം എന്ന് പറഞ്ഞത്, മറ്റുള്ള 2 ഗുണങ്ങളെ, രജോ ഗുണവും തമോ ഗുണവും, അതിനെ ചിത്വാ, അറുത്തു മുറിച്ചിട്ട് പുനഃ അനുപഹിതഃ ത്വം ഏവ വർത്തിതാഹേ, പിന്നീട് ആ സത്വഗുണവും ഇല്ലാതെ സ്വയം ഇല്ലാതെയാവുന്നു. 3 ഗുണങ്ങളുടെ ബന്ധം കൊണ്ടാണ് ഭഗവാൻ ഓരോ ജീവൻ ആവുന്നത്. ഗുണം അകലുമ്പോൾ ജീവന്റെ അവസ്ഥയും നീങ്ങും, ഭഗവാൻ തന്നെ ആയിത്തീരും. സത്വഗുണം വർദ്ധിച്ചാൽ പോരാ, അത് ഭക്തിയായി പരിണമിക്കണം, എന്നാലേ മുക്തി സിദ്ധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നു. 2ാമത്തെ ശ്ലോകം. എന്നാൽ ഈ സത്വഗുണം വർദ്ധിച്ചത് കൊണ്ട് വിഷയ ആസക്തി നീങ്ങുകയോ മോക്ഷം കിട്ടുകയോ ഇല്ല. അത് ഭഗവത് ഭക്തിയായി മാറിയാൽ മാത്രമേ വിഷയവിരക്തി വരികയുള്ളൂ. ഭഗവത് ഉദ്ധവ സംവാദത്തിൽ ഉദ്ധവർ ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ചീത്ത കാര്യങ്ങളിൽ ഏർപ്പെടാൻ കാരണമെന്ത്? അതിന്റെ മറുപടിയാണ് ഇവിടെ ആദ്യത്തെ പാദത്തിൽ പറയുന്നത്. ഉത്തരാർദ്ധത്തിൽ ഭഗവാൻ പറയുന്നു, പണ്ട് ഇതേ ചോദ്യം എന്നോട് സനകാദികൾ ചോദിച്ചിരുന്നു. സനകാദികൾ ആദ്യം ബ്രഹ്മാവിനോട് ചോദിച്ചു. ബ്രഹ്മാവ് സൃഷ്ടിയുടെ തിരക്കിലായതിനാൽ ഇതിനൊരു ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ ഒരു ഹംസരൂപത്തിൽ വന്ന് സനകാദികൾക്ക് ഈ തത്വങ്ങളൊക്കെ ഉപദേശിച്ചു. അതാണ് ഹംസഗീത. ഹേ ഭൂമൻ,
സത്വ ഉന്മേഷാത്, അല്ലയോ ഭഗവാനെ, സത്വഗുണത്തിന്റെ വർധനവ് ഉണ്ടാവുമ്പോൾ, കദാചിത് ഖലു വിഷയരസേ, ചിലപ്പോൾ ആകട്ടെ വിഷയരസങ്ങൾ അനുഭവിക്കുന്നതിൽ, ദോഷബോധേ അപി, ദോഷം ഉണ്ട് എന്ന് മനസ്സിലായാലും, സ തമസി രജസി പ്രോദ്ധതേ, സ തമസി രജസി പ്രോദ്ധതേ, തമോ ഗുണത്തോട് ചേർന്ന് രജോ ഗുണം വല്ലാതെ വർദ്ധിക്കുമ്പോൾ, ഭൂയഃ അപി യേഷു പ്രവൃത്തിഹി, വീണ്ടും ഇത്തരം പ്രവൃത്തികളിൽ, വിഷയങ്ങളിൽ ഉള്ള ആഗ്രഹങ്ങൾ, ദുർനിവാരാ ഭവതി, തടയാൻ സാധിക്കുന്നില്ല. ഇഹ താവത് ചിത്തം ഗുണാഹ ച മിതഃ ഗ്രഥിതം, ഇവിടെയാകട്ടെ മനസ്സ് ത്രിഗുണങ്ങളുമായിട്ട് പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിൽ സത്വഗുണത്തെ മാത്രമായിട്ട് വർദ്ധിപ്പിക്കാൻ എപ്പോഴും പരിശ്രമിക്കുന്നില്ല എങ്കിൽ തമോ ഗുണത്തോടു കൂടിയുള്ള രജോ ഗുണം വീണ്ടും വീണ്ടും വിഷയ ആസക്തിയിലേക്ക് കൊണ്ടുപോകും. താനി സർവാണി രോദ്ധും തുര്യേ ത്വയി ഏകഭക്തി, ഇതിനെ എല്ലാറ്റിനെയും തടയുവാൻ നാലാമതായി അങ്ങയിൽ, അതായത് ഭഗവാനിൽ ഉറച്ച ഭക്തി മാത്രമാണ് ശരണം ഇതി ഹംസരൂപി ഭവാൻ ന്യഗാദി, ശരണമായിട്ടുള്ളൂ. ഇത് ഭഗവാനിൽ ഉറച്ച ഭക്തി മാത്രമാണ് ശരണം എന്ന് ഹംസരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ അരുളി ചെയ്തു. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ ഗീതയിൽ വിശദമായി പറയുന്നുണ്ട്. സാത്വികമായ ആഹാരങ്ങൾ, അധികം എരിവും പുളിയും ഇല്ലാത്തത്, അന്നന്നുണ്ടാക്കുന്നത്, ചൂടാറും മുമ്പേ കഴിക്കുന്ന ഭക്ഷണം. അങ്ങനെ താമസികമായ ആഹാരങ്ങൾ, അതായത് ഭഗവാന് നിവേദിക്കാൻ പറ്റാത്ത എല്ലാം അമേദ്യമാണ്. അങ്ങനെ അമേദ്യമായതെല്ലാം താമസികമായതാണ്. പഴകിയ ഭക്ഷണം ഇതൊന്നും കഴിക്കരുത്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ആഹാരത്തിന്റെ സൂക്ഷ്മ രൂപമാണ് മനസ്സ്. അപ്പോൾ സാത്വികമായ ആഹാരങ്ങൾ കൊണ്ട് സത്വഗുണം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ വിഷയങ്ങളിലുള്ള സുഖമൊക്കെ ദോഷം ആണ് എന്ന ജ്ഞാനമുണ്ടാവുന്നു. എന്നാൽ പോലും ചിലപ്പോൾ വിഷയസുഖങ്ങൾ ആഗ്രഹിച്ചു പോവും. കാരണം രജ തമോ ഗുണങ്ങളെ കീഴടക്കാൻ സത്വഗുണത്തിന് ഒറ്റയ്ക്ക് സാധിച്ചു എന്ന് വരില്ല. ഇതിന് ഭക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ശ്ലോകം, സന്തി, ഏറ്റവും ശ്രേഷ്ഠം ഭക്തി തന്നെ എന്ന് പറയുന്നു. കർമ്മിണാം രുചിപിതയാ, പല വിധത്തിലാണ് ആളുകൾ ഭക്തിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പല രീതിയിലുള്ള മാർഗങ്ങളും ഉണ്ട്. കർമ്മ തത്പരന്മാരായ ആളുകൾക്ക് വേണ്ടി, അതായത് അവരുടെ പൂർവകർമ്മ വാസനകൾക്ക് അനുസരിച്ച് വരുന്ന രുചി ഭേദം കാരണം ശ്രേയാംസി ഭൂയാംസി അപി നിർമ്മിതാനി സന്തി, ശ്രേയമാർഗം അല്ലെങ്കിൽ മോക്ഷമാർഗം, അതിനുവേണ്ടി വളരെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഹേ കൃഷ്ണ, തേഭ്യഃ ക്ഷുദ്ര ആനന്ദാഹ സാന്താഹ, അല്ലയോ കൃഷ്ണ, അവയിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ആനന്ദം കിട്ടുന്നവയും നശിക്കുന്നവയും, തത്കാലത്തേക്ക് മാത്രം ആനന്ദം കിട്ടുന്നത് കൊണ്ട് അത് അനുഭവിച്ച് ഇല്ലാതെയാവുന്നു. ബഹുവിധ ഗതയഃ ഭവേയുഹു, അങ്ങനെ പല വിധത്തിലുള്ള ഗതികളാണ് ഉണ്ടാവുക. വ്രതങ്ങൾ എടുക്കുന്നത് പലതും മനസ്സിൽ വെച്ചിട്ടാണ്. അതായത് മക്കളുടെ ആയുസ് ആരോഗ്യം, ഭർത്താവിന്റെ ആയുസ് ആരോഗ്യം, ഈ വ്രതങ്ങളൊക്കെ നമ്മുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ മക്കളുടെ ആയുസ്സിന് വേണ്ടി തന്നെയാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇത്തരം ആഗ്രഹങ്ങൾ മാറ്റിയിട്ട് ഇന്ന് ഒരു ദിവസം ഞാൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാം, അതാണ് വ്രതം. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ് ലക്ഷ്യം. പക്ഷെ ഈ തത്വം മനസ്സിലാക്കാതെ നമ്മൾ ഓരോന്നും കാട്ടിക്കൂട്ടുന്നു. അതുകൊണ്ട് ഇവിടെ ക്ഷുദ്ര ആനന്ദാഹ സാന്താഹ ബഹുവിധ ഗതയഃ ഭവേയുഹു എന്ന് പറഞ്ഞിരിക്കുന്നു. ത്വം ച സഖ്യേ, അങ്ങ് തന്റെ സഖാവായ ഉദ്ധവരോട് ശ്രേയസാം, ശ്രേയോമാർഗങ്ങളിൽ വെച്ച് മഹിത തമാം ഭക്തിം ഏകാം നനു ആചഖ്യാത, ഏറ്റവും ശ്രേഷ്ഠം മഹിതതമാം, ഏറ്റവും ശ്രേഷ്ഠം ഭക്തി തന്നെയാണ് എന്ന് പറഞ്ഞുവല്ലോ. ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഈശ്വര ഭജനം ചെയ്യുമ്പോൾ കുറച്ചു നേരത്തേക്ക് മാത്രമേ ആ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. വിഷയജുഷാം ഖലു, വിഷയസുഖം അനുഭവിക്കുന്നവർക്ക് സ്വഭക്തി ആനന്ദ തുല്യ, അങ്ങയെ ഭജിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിന് തുല്യമായിട്ട് സമ്മതഃ കേനവാസ്യ, കിട്ടുന്ന സന്തോഷം വേറെ എന്തുകൊണ്ടാണ് കിട്ടുന്നത്? കാരണം
ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന സുഖത്തിന് ഒരു പരിധിയുണ്ട്. ഒരു പായസം ഇഷ്ടമുള്ള ഒരാഴ്ച മുഴുവൻ പായസം കുടിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം. പിന്നെയും പായസം കുടിക്കാൻ പറഞ്ഞാൽ വേണ്ടേ വേണ്ട എന്നും പറഞ്ഞ് ഓടിപ്പോകും. ഇതാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖവും ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഭക്തി അതീന്ദ്രിയമാണ്. ഭക്തിയിലെ സുഖത്തിനെ താരതമ്യം ചെയ്യുന്നത് സുഷുപ്തിയിലെ സുഖത്തോടാണ്. ഗാഢമായ ഉറക്കം. നമ്മൾ വിചാരിച്ച എന്തെങ്കിലും സാധനം കിട്ടുന്നത് കൊണ്ടല്ല നമ്മൾ സുഖമായി ഉറങ്ങുന്നത്. മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങിക്കഴിഞ്ഞ ഒരു ആനന്ദമാണത്. ഇതാണ് ഭക്തിയുടെ ആനന്ദം. 4-ാമത്തെ ശ്ലോകം. ത്വദ്ഭക്ത്യാ തുഷ്ടബുദ്ധേഹെ, അങ്ങയിൽ ഭക്തി ചെയ്ത് അത്രയും ആനന്ദം അനുഭവിക്കുന്ന ഭക്തന് വിച്യുത ആശസ്യ, മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതെയാവുന്നു. സുഖമിഹ ചരതഃ, അങ്ങനെ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആ ഭക്തൻ ഇവിടെ ഈ ലോകത്ത് സുഖമായിട്ട് സഞ്ചരിക്കുന്നു. മാത്രമല്ല സർവാഹ ആശാഹ, ഇവിടെ ആശ എന്നാൽ ദിക്ക് എന്നർത്ഥം. അങ്ങനെയുള്ള ഭക്തന് ഇന്ന സ്ഥലത്ത് തന്നെ നിൽക്കണം എന്ന ഒരു ആഗ്രഹവും ഉണ്ടാവില്ല. കാരണം സർവത്ര നാരായണനാണ് എന്ന് ചിന്ത. സ്യുഹു സൗഖ്യമയ്യഹ, എല്ലാ ദിക്കുകളും സുഖം മാത്രമായി തോന്നും. ഒരു ഉദാഹരണം പറയുകയാണ് ഇവിടെ. സലില കുഹരഗസ്യ തോയ ഏകം അയ്യഹ, വെള്ളം നിറഞ്ഞ ഒരു കുണ്ടിൽ കിടക്കുന്നവന്, അതായത് ഒരു ജലജീവിക്ക് ഈ വെള്ളം തന്നെയാണ് ലോകം എന്ന് തോന്നുന്നത് പോലെ ഒരു ഭക്തന് ഈ ലോകത്ത് എല്ലാവരും ഭഗവാനാണ്. സഹ അയം ഖലു, അങ്ങനെയുള്ള ഭക്തന് ഇന്ദ്രലോകം കമലജഭവനം, അതായത് ഇന്ദ്രലോകവും വേണ്ട, ബ്രഹ്മാവിന്റെ ലോകമായ കമലജഭവനം സത്യലോകവും വേണ്ട. ഹൃദ്യാ യോഗസിദ്ധീഹി ച ന ആകാംക്ഷതി, മനസ്സിനെ സന്തോഷമുണ്ടാക്കുന്ന യോഗസിദ്ധികൾ പോലും അവൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊന്നും ഒരു സുഖമില്ല എന്ന് ആ ഭക്തന് മനസ്സിലാകുന്നു. ഏതദാസ്താം, അതൊക്കെ ഇരിക്കട്ടെ. സ്വയം അനുപതിതേ മോക്ഷസൗഖ്യേ അപി അനീഹ, സ്വയമേവ വന്നു ചേരുന്ന ആ മോക്ഷ സൗഖ്യത്തിൽ പോലും ആഗ്രഹമില്ലാതെയാവുന്നു. എത്ര ജന്മം വേണമെങ്കിലും തന്നോളൂ, ഈ ലോകത്തേക്ക് ഞാൻ വരാം, എനിക്ക് വരണം, അങ്ങയുടെ ഭക്തനായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കാൻ എനിക്ക് ഇനിയും ജന്മങ്ങൾ വേണം എന്ന് മാത്രമേ ഒരു ഭക്തൻ ആഗ്രഹിക്കുകയുള്ളൂ. ഇതാണ് ഒരു ഉത്തമ ഭക്തന്റെ അവസ്ഥ. 5-ാമത്തെ ശ്ലോകം. ഭക്തിയുടെ ഏറ്റവും താഴെ നിലയിൽ നിൽക്കുന്ന പ്രാകൃത ഭക്തൻ എന്ന് വിളിക്കുന്ന, അതായത് നമ്മളെ പോലെയുള്ള ആളുകൾ, ഭക്തന്മാർക്ക് പോലും വിഷയബാധ ഏറ്റാലും അവസാനം ഭക്തി തന്നെയേ ജയിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ത്വദ്ഭക്തഃ, അങ്ങയുടെ ഒരു പ്രാകൃത ഭക്തനെ ഇന്ദ്രിയ അശാന്തി ഹേതോഹോ, നമ്മളത് വായിക്കുമ്പോൾ ഇന്ദ്രിയാശാന്തി അല്ലാതെ ഇന്ദ്രിയാശാന്തി ഹേതോർ ഭക്തൈവാക്രമ്യമാണൈഹി. അപ്പോ ഇന്ദ്രിയ അശാന്തി ഹേതോഹോ എന്നാണ്. ഭക്തിയുണ്ട്, ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്ന വിശ്വാസമുണ്ട്, പക്ഷെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ആഗ്രഹം, പ്രതീക്ഷകൾ, നിരാശകൾ, ദേഷ്യം, അസൂയ, ഇതൊന്നും അടക്കി വെക്കാൻ സാധിക്കാത്ത, ആ അറിവില്ലാത്ത അശാന്തിയോട് കൂടിയുള്ള ഭക്തൻ അത് നിമിത്തം വിഷയരസൈഹി ബാധ്യമാനഃ, വിഷയരസങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കും. അപിച്ച, അങ്ങനെ ബാധിച്ചാലും പുനഃ അഭിഭക്ത്യാ ഏവ ആക്രമ്യമാണൈഹി, വീണ്ടും ഭക്തി തന്നെ തിരിച്ച് ആക്രമിക്കും. കാരണം ഭഗവാൻ തന്റെ ഭക്തനെ വിഷയങ്ങൾക്ക് അടിമപ്പെടാൻ അനുവദിക്കുകയില്ല. ദുർബലൈഹി ഖലു തൈഹി, വിഷയവാസനകൾക്ക് ക്രമേണ ബലം കുറയും. ന അഭിജയ്യഃ, അങ്ങനെ ആ ഭക്തി തന്നെ അവിടെ ജയിക്കും. ഇവിടെയും ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ദീപിതാർച്ചിഹി സപ്താർച്ചിഹി, ആളിക്കത്തുന്ന അഗ്നി, യഥാകില, എപ്രകാരം തന്നെ, എപ്രകാരമാണോ ഭൂരി ദാരു പ്രപഞ്ചം ദഹതി, വളരെയധികമുള്ള വിറകിൻ കൂമ്പാരത്തെ ദഹിപ്പിക്കുന്നത്, തഥായേവ, അപ്രകാരം തന്നെ ത്വദ്ഭക്തി ഓഘേ, അങ്ങയുടെ ഭക്തിയാകുന്ന അഗ്നി ദുരിതം പ്രദഹതി, ആ ഭക്തന്റെ എല്ലാ ദുരിതത്തെയും ദഹിപ്പിക്കുന്നു. ഇന്ദ്രിയാണാം ദുർമദഃ ക്വാ, ഇന്ദ്രിയങ്ങളുടെ ദുരഹങ്കാരം എവിടെ, അതായത് ഇന്ദ്രിയങ്ങൾക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭക്തിക്ക് ശക്തി കൂടുമ്പോൾ ഇന്ദ്രിയങ്ങൾ തോറ്റ് പിന്മാറും. 6-ാമത്തെ ശ്ലോകം. ഒരു ഭക്തന്റെ ലക്ഷണവും ഒപ്പം തന്നെ ഭക്തി കൊണ്ടുണ്ടാവുന്ന മനഃശുദ്ധി മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല എന്ന് പറയുന്നു. ഭക്തി ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ്. ചിത്ത ആർദ്രീഭാവം, മനസ്സ് വല്ലാതെ ദ്രവിച്ചു പോകുന്നു. മാത്രമല്ല വപുഷി
ഉച്ചൈഹി പുളകം. നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു രോമാഞ്ചം ഉണ്ടാവുന്നു. ക്ഷേത്ര ദർശനത്തിന് നിൽക്കുമ്പോൾ നട തുറക്കുന്ന സമയത്തുള്ള ആ ഭാവം, അതാണ് രോമാഞ്ചം. ഹർഷബാഷ്പം ച, ആനന്ദ കണ്ണീർ ഒഴുകുന്നു. ഹിത്വാ, ഇതൊന്നുമില്ലാതെ കഥം വാ, പിന്നെ എങ്ങനെയാണ് ചിത്തം ശുദ്ധേർ, മനസ്സ് ശുദ്ധമാവുക? ആർദ്രത ഉണ്ടെങ്കിൽ മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീതഭക്തേഹെ, ഭക്തി ഇല്ലാത്തവന് ബഹു തപസ, വെറുതെ കുറെ തപസ് ചെയ്തത് കൊണ്ടോ, വിദ്യയ, ഒരുപാട് ശാസ്ത്ര പുസ്തകങ്ങൾ പഠിച്ചത് കൊണ്ടോ, കിമു, എന്ത് കാര്യം? അതേസമയം ത്വത് ഗാത ആസ്വാദം, ഭഗവാനെ അങ്ങയെക്കുറിച്ചുള്ള പാട്ടുകൾ, അവതാര കഥകൾ, ഇതൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത് സിദ്ധ അഞ്ജന സതത മരീമൃജ്യമാനഃ അയം ആത്മാ. നല്ല കൺമഷി കൊണ്ട് കണ്ണെഴുതിയാൽ കണ്ണ് ശുദ്ധിയാവും എന്ന് പറയാറുണ്ട്. ഇതേപോലെ ഭഗവാന്റെ കഥകൾ ആസ്വദിക്കുക എന്നത് ഔഷധ ഗുണമുള്ള അഞ്ജനം പോലെ ആത്മാവിനെ പരിശുദ്ധമാക്കുന്നു. ചക്ഷുർവത്, കണ്ണിന് അഞ്ജനം എങ്ങനെയോ അതുപോലെ ഭഗവാന്റെ അവതാര കഥകളാകുന്ന സിദ്ധ അഞ്ജനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഈ ആത്മാവ് തത്വസൂക്ഷ്മം ഭജതി, സൂക്ഷ്മ തത്വത്തിൽ എത്തിച്ചേരുന്നു. തർക്കകോട്യ അഭ്യസ്തയാ തഥാ നതു, തർക്കശാസ്ത്രങ്ങൾ മുതലായവ അഭ്യസിച്ചത് കൊണ്ട് ആ ഒരു സൂക്ഷ്മ തത്വത്തിലും എത്തിച്ചേരാൻ പറ്റുകയില്ല, ആത്മാവിനെ അറിയാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ബുദ്ധിക്ക് വ്യായാമം കൊടുക്കുന്ന ഒന്ന് മാത്രമാണ്. ഭക്തിയില്ലാതെ എന്ത് പഠിച്ചിട്ടും തപസ് ചെയ്താൽ പോലും മനഃശുദ്ധി ഉണ്ടാവുകയില്ല. 7ാമത്തെ ശ്ലോകം ഭഗവാനെ ധ്യാനിക്കാനുള്ള വിധത്തെക്കുറിച്ച് പറയുന്നു. അഷ്ടാംഗയോഗത്തിലെ യമ നിയമാദികളെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. മനസ്സിനെ ശുദ്ധമാക്കാൻ എന്തൊക്കെ ചെയ്യണം, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാണ്. ആദ്യം ചെയ്യേണ്ടത് ഈ മനഃശുദ്ധി ആണ്. മനസ്സ് കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കിയ മനസ്സുകൊണ്ട് മാത്രമേ ധ്യാനം ചെയ്യാൻ പാടുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവിടെ ഭഗവാനെ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോഴുള്ള യോഗ ക്ലാസ്സുകളിൽ മനസ്സിന്റെ ശുദ്ധത ഒന്നും ആരും നോക്കാറില്ല. നേരെ ധ്യാനത്തിലേക്കാണ് പോകുന്നത്. ഭാഗവത പ്രകാരം അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. തേ ധ്യാനം ശീലയേയം, അങ്ങനെ ധ്യാനിക്കാൻ ഞാൻ പരിശീലിച്ചു കൊള്ളാം എന്ന് മേൽപ്പത്തൂർ പറയുന്നു. സമതനു സുഖ ബദ്ധ ആസനഃ, ശരീരം സമമാക്കി, അതായത് നട്ടെല്ല് നിവർത്തിയിരിക്കുക, സുഖമായി തോന്നുന്ന ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരിപ്പുറപ്പിക്കുക. അത് ശീലിക്കണം. ഇത് സുഖാസനമാവാം, പത്മാസനമാവാം. നാസിക അഗ്ര ന്യസ്ത അക്ഷഃ, മൂക്കിന്റെ അറ്റത്ത് പാതി അടഞ്ഞ കണ്ണുകളോടെ അല്പം തുറന്ന് നോട്ടം ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. പൂരക ആദ്യേഹി, പൂരകം, കുംഭകം, രേചകം, പ്രാണവായുവിനെ ഒരു മൂക്കിലൂടെ അകത്തേക്ക് വലിക്കുന്നത് പൂരകം, അകത്ത് ആ വായുവിനെ സ്തംഭിപ്പിച്ച് നിർത്തുന്നത് കുംഭകം, മറ്റേ മൂക്കിലൂടെ പ്രാണവായുവിനെ പുറത്തേക്ക് വിടുന്നത് രേചകം. ഇതൊക്കെ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ സമയവ്യവസ്ഥയോടെ പരിശീലിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നാഡീശുദ്ധി ഉണ്ടാകും. ജിത പവനപതഃ, പ്രാണവായുവിന്റെ മാർഗത്തെ ജയിക്കുക. നമ്മുടെ നിയന്ത്രണത്തിന് അനുസരിച്ച് പ്രാണൻ ചലിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ചിത്തപത്മം അവാഞ്ചം തു, നമ്മുടെ ഹൃദയം ഒരു താമരപ്പൂവായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. ആ ഹൃദയ കമലം പ്രാണായാമം പരിശീലിക്കാത്തവരുടെ ഉള്ളിൽ കമിഴ്ന്നു കിടക്കുന്നു എന്നാണ് പറയുന്നത്. അധോമുഖമായി കിടക്കുന്ന ആ ചിത്തപത്മത്തെ ഊർധ്വ അഗ്രം ഭാവയിത്വ, അതിനെ മലർത്തിയിട്ട് എന്റെ ഹൃദയപത്മത്തെ ഞാനിതാ മുകൾ ഭാഗത്തേക്ക് വെച്ചിരിക്കുന്നു എന്ന് ഭാവിച്ച് ഉപരിഷ്ടാത്, ആ താമരയുടെ കർണികയുടെ മുകളിൽ രവി വിധു ശിഖിനഃ സംവിചിന്യ, സൂര്യമണ്ഡലം, അതിനു മുകളിൽ ചന്ദ്രമണ്ഡലം, അതിനു മുകളിൽ അഗ്നിമണ്ഡലം ഉണ്ടെന്നും ഭാവന ചെയ്യണം. തത്രസ്ഥം, ആ അഗ്നിമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലധര ശ്യാമളം കോമളാംഗം, ഇപ്പോൾ ജലം നിറഞ്ഞ, അതായത് പുതിയതായി രൂപം കൊണ്ട ജലധര, മേഘം പോലെ ശ്യാമളവർണ്ണത്തോട് കൂടിയ കോമളാംഗം, നല്ല സുന്ദര ശരീരത്തോട് കൂടിയ ത്വാം ഭാവയെ, അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു. 8ാമത്തെ ശ്ലോകം ഭഗവാന്റെ അവയവങ്ങൾ ഏതൊക്കെ രീതിയിൽ ഭാവിക്കണം എന്ന് പറയുന്ന കേശാദിപാദ വർണ്ണനയാണ് ഇവിടെ പറയുന്നത്. ആനീല ശ്ലക്ഷ്ണ കേശം, നല്ല കറുത്ത മിനുത്ത തലമുടി, ജ്വലിത മകരസത്കുണ്ടലം, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ജ്വലിക്കുന്ന കുണ്ഡലങ്ങൾ, മന്ദഹാസ സ്യന്ത ആർദ്രം, മനോഹരമായ പുഞ്ചിരി ഒഴുകുന്നു,
കൗസ്തുഭ ശ്രീ പരിഗത വനമാല ഊരു ഹാര അഭിരാമം. കഴുത്തിലുള്ള മണി, അതായത് കൗസ്തുഭം, ആ മണിയുടെ കാന്തി, ആ കാന്തി കൊണ്ട് ചുറ്റപ്പെട്ട വനമാല, വലിയ മുത്തുമാല കൊണ്ടുള്ള സൗന്ദര്യം. ശ്രീവത്സാംഗം, ശ്രീവത്സം എന്ന ചിഹ്നം. സുബാഹും മൃദുല സതുദരം, സുന്ദരങ്ങളായ കൈകൾ, മൃദുവായി ശോഭിക്കുന്ന വയർ. കാഞ്ചനഛായ ചേലം, പൊന്നിൻ നിറമുള്ള പൊട്ട്. ചാരു സ്നിഗ്ധ ഊരു, മനോഹരമായ മൃദുലമായ തുടകൾ. അംഭോരുഹ ലളിതപദം, ചെന്താമര പോലെയുള്ള തൃക്കാലുകൾ. ഭവന്തം അഹം ഭാവയേ, ഇങ്ങനെയൊക്കെയുള്ള അങ്ങയെ ഞാനിതാ ധ്യാനിക്കുന്നു. ഈ ഒരു രൂപത്തെയാണ് നമ്മൾ മനസ്സിൽ വെച്ച് ആരാധിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്ന് പറയുന്നു. 9ാമത്തെ ശ്ലോകം. ഏത് രൂപത്തെ ധ്യാനിക്കണമെന്ന ധാരണയിൽ നിന്ന് ധ്യാനത്തിലേക്ക് വന്ന് അതിൽ നിന്നും സമാധി അവസ്ഥയിലേക്ക് എങ്ങനെ പോകുന്നു എന്നാണ് പറയുന്നത്. ഹേ അംഗ, അല്ലയോ ഗുരുവായൂരപ്പ, സർവ അംഗേഷു, ഭഗവാന്റെ എല്ലാ അവയവങ്ങളിലും, രംഗത് കുതുകം ഇതി ചിത്തം, വളർന്ന കൗതുകത്തോടെ ഇപ്രകാരം എന്റെ മനസ്സിനെ, മുഹുഹു ധാരയൻ, വീണ്ടും വീണ്ടും ഓരോ അവയവങ്ങളിലും ഉറപ്പിച്ചു നിർത്തിയിട്ട്, തത്ര അപി മന്ദഹാസേ സുന്ദരേ, അതിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള, മന്ദഹാസം കൊണ്ട് സുന്ദരമായിട്ടുള്ള, വദന സരസിജേ, താമരപ്പൂ പോലെയുള്ള അങ്ങയുടെ മുഖത്തിൽ, ഏകത്ര യുഞ്ചേ, അതിൽ മാത്രമായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ ചേർത്ത് വെക്കും. തത്ര ആലീനം ചേതഹ തു, അവിടെ അങ്ങനെ ലീനമായി തീർന്ന മനസ്സാകട്ടെ ആ മുഖത്ത് തന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഈ ലോകം തന്നെ മറന്നു പോവും. പരമ സുഖചിത് അദ്വൈത രൂപേ വിതന്വൻ, എല്ലാ ആനന്ദവും നൽകുന്ന ഒരേ ഒരു ബ്രഹ്മരൂപമാണ് അങ്ങ് എന്ന ഒരു ചിന്തയിൽ മുഴുകിക്കൊണ്ട് അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് എന്നെ നയിക്കും. അന്യത് നോ ചിന്തയേയം, മനസ്സിനെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുകയേ ഇല്ല. മുഹുഹു ഇതി സമുപാരൂഢ യോഗോ ഭവേയം, വീണ്ടും വീണ്ടും ഞാൻ സമാധി അവസ്ഥയിൽ ഇരുന്നു കൊള്ളാം എന്നതാണ് ഇവിടെ മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥന. 10ാമത്തെ ശ്ലോകം. യോഗസിദ്ധികൾ കൊണ്ട് നമുക്ക് പലതും നേടാം. എന്നിരുന്നാൽ പോലും ഭഗവാനെ എനിക്ക് അങ്ങയെ മാത്രം മതി എന്ന് പറയുന്നു. ഹേ മുരാരേ, അല്ലയോ ഭഗവാനെ, ഇത്തം ത്വത് ധ്യാനയോഗേ സതി, ഇപ്രകാരം അങ്ങയെ ധ്യാനിക്കുന്ന അവസ്ഥയിൽ കുറെ കാലം ഇരിക്കാൻ സാധിക്കുമ്പോൾ, പുനഃ താഹ അണിമാതി അഷ്ട സംസിദ്ധയ, അങ്ങനെ എനിക്ക് സ്വാധീനമാകുന്ന അണിമ, മഹിമ, ഗരിമ, ലഘിമ മുതലായ 8 യോഗസിദ്ധികൾ. ദൂരശ്രുതി ആദയ, ദൂരെയുള്ളവ കേൾക്കുക, ദൂരെയുള്ളവ കാണുക, പരകായ പ്രവേശം ചെയ്യുക, തനിക്ക് വേണ്ടുവോളം മരിക്കാതെ ഇരിക്കുക എന്ന് തുടങ്ങിയ മറ്റ് 10 സിദ്ധികളും. അഹം അഹമികയാഹി, ഈ 18 സിദ്ധികൾ ഞാൻ മുമ്പേ എന്ന രീതിയിൽ എന്നെ വന്ന് പിടികൂടും. യോഗസിദ്ധിയിൽ ഇരിക്കുന്ന ഒരു യോഗിയെ തേടി സിദ്ധികൾ ഇങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഭഗവാനെ, ത്വത് സംപ്രാപ്തൗ വിളംബാവഹം, അങ്ങയെ പ്രാപിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കി തീർക്കുന്ന ഇതം അഖിലം ന ആദ്രിയേ, ഈ സിദ്ധികളെ മുഴുവൻ ഞാൻ വകവെക്കുന്നില്ല. കാരണം ആനന്ദപൂർണം ത്വാമേവ, ആനന്ദം നിറഞ്ഞ അങ്ങയെ മാത്രമേ അഹം കാമയെ, ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഹേ പവനപുരപതേ, സർവതാപാത് മാം പാഹി, അല്ലയോ ഗുരുവായൂരപ്പ, എല്ലാ ദുഃഖത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം ഇവിടെ സമാപിക്കുന്നു. സർവത്ര ഗോവിന്ദം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. അങ്ങനെ ഇന്നത്തെ നാരായണീയ പഠനം വളരെ മനോഹരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലിയ ലാലിയക്ക, ചാൻഡിങ് ഗൈഡൻസ് നൽകിയ സുനിതാക്ക, രാജമ്മക്ക, റിപ്പീറ്റേഷൻ ചെയ്ത മിനി ആറക്ക, ഓമന സീക്കിയക്ക, രുക്മിണി അക്ക, റാണിയക്ക, അതുപോലെ ഈ ശ്ലോകങ്ങളുടെ എല്ലാം വിശദീകരണം നൽകിയ സിന്ധു ആനന്ദക്ക, ബേക്കപ്പായി നിന്ന രമാക്ക, അതേപോലെ ഇവിടെ ശ്രോതാക്കളായി വന്ന എല്ലാ യോഗ ബന്ധുക്കൾക്കും സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനും ഉപരി ഈ സംരംഭത്തിന്
ബാക്ക് ബോണായി നിൽക്കുന്ന ഇന്ദിരാദേവി അക്കയ്ക്കും അതുപോലെ വീഡിയോ റെക്കോർഡിംഗ് എഡിറ്റിംഗ് ചെയ്യുന്ന സുനീന അക്കയ്ക്കും എൻ്റെ ഹാർദവമായ നന്ദി അറിയിക്കുന്നു. ഹരിയോ. എനിക്ക് ഈ അവസരം തന്ന ഇന്ദിരാക്കയ്ക്കും സമിതിക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. ഹരിയോ. അടുത്തത് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. നമസ്കാരസ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.